ഇവിടെ ഒരാൾ എൻ്റെ പുറകെ നടന്ന് ബഹളം ഉണ്ടാക്കുകയാണ് കേട്ടോ. മുഖമൊക്കെ ആകെ മാറിയിട്ടുണ്ട്, കരച്ചിലും പിഴിച്ചിലും ബഹളമൊക്കെയാണ്. സംഭവം എന്താ വെച്ചാൽ ആൾക്കാണെങ്കിലും ലേബർ പെയിൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം തന്നെ എന്നെ വിളിക്കുന്നതാണ്. സമയം രാത്രി 11:15 പോകുന്നു. എല്ലാവരും ഉറങ്ങി, ഞാൻ മാത്രം ഉറങ്ങാതെ ഓവർനൈറ്റ് ഇരുന്ന് വർക്ക് ചെയ്യായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എക്സിബിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനാണെങ്കിൽ അർജൻറ്റായിട്ട് കുറച്ച് പ്രോഡക്റ്റ്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കി കൊടുക്കണമായിരുന്നു. എൻ്റെ ആണെങ്കിൽ കുറച്ച് മാത്രമായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഓവർനൈറ്റ് ഇരുന്നിട്ട് മൊത്തം ഇരുന്ന് കംപ്ലീറ്റ് ആക്കും. മൊത്തം ആയില്ലെങ്കിൽ ഒരു 12:45 കംപ്ലീറ്റ് ആക്കാമെന്നും പറഞ്ഞിരുന്നതാണ്. ഇത് ഞാൻ മുന്നേ ചെയ്തു വെച്ചാണ് കേട്ടോ. ടേബിൾ മാറ്റ് എന്ന് പറയും അതിന്, ടേബിൾ മാറ്റ് എന്ന് പറയും കേട്ടോ. നമ്മുടെ ടേബിളിലൊക്കെ ഇടുന്ന ഒരു പ്ലാസ്റ്റിക്കിന് പകരമുള്ളത് തുണിയുടെയാണ് കേട്ടോ. ഇത് വേസ്റ്റ് തുണിയാണ്, അതായത് ചെറിയ ചെറിയ പീസുകളായിട്ട് വരുന്ന ടൈലറിങ് വേസ്റ്റാണ്, അതായത് കട്ട് പീസ് ബാക്കി വരുന്നത്. അത് വെച്ചിട്ടാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നത്. ഇവിടെ മിയക്കുട്ടിയാണെങ്കിൽ എൻ്റെ ഇടവും വലവും തിരിയിക്കുന്നില്ല. ഞാനൊന്ന് ഇച്ചിരി നേരം കിടക്കാമെന്ന് കയറി ചെന്നതാണ്. പക്ഷെ അവളാണെങ്കിലും പുറകെ നടന്ന് ബഹളുണ്ടാക്കിയാണ് കേട്ടോ. കൂടെ ചെന്നിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പപ്പൂസിൻ്റെ സ്ഥിരം പരിപാടി തന്നെയാണ്. ഇവിടെ ഞാൻ മിയക്കുട്ടിക്ക് വേണ്ടിയിട്ട് ബോക്സ് കാര്യങ്ങളൊക്കെ ഒരു 2 ആഴ്ച മുന്നേ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴൊന്നും അവൾ അതിൻ്റെ അകത്ത് കയറുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ലേബർ പെയിൻ തുടങ്ങിയപ്പോൾ അവൾ കയറാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അപ്പൂസാണെങ്കിൽ മുന്നേ ഒന്ന് കയറിയെങ്കിലും നോക്കുമായിരുന്നു. ഇവൾ അതുപോലും ഉണ്ടായിരുന്നില്ല. എനിക്ക് പേടിയായിരുന്നു, എന്ത് ചെയ്യുമെന്നോർത്ത് പേടിയായിരുന്നു. പിന്നെ നമ്മുടെ മിയക്കുട്ടിയുടെ പ്ലാൻ അനുസരിച്ചിട്ടും ഈ പെട്ടിയിലല്ലായിരുന്നു കേട്ടോ ഡെലിവറി നടത്തായിരുന്നത്, ബെഡ്റൂമിലായിരുന്നു. അവൾക്കാണെങ്കിൽ ബെഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബെഡ്റൂമിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒച്ചപ്പാടും ബഹളമായിരുന്നു. ഞാൻ ബെഡ്റൂം പുറത്തൊന്ന് ലോക്കാക്കിയിട്ടേക്കണം, അല്ലെങ്കിൽ ഇവളാണെങ്കിൽ ബെഡിൽ കയറി പണി പറ്റിച്ച് എന്നെ പുതപ്പ് ബെഡ് എന്ന് തുടങ്ങി എല്ലാ സംഭവങ്ങളും ഞാൻ എടുത്ത് കഴുകേണ്ട ഒരു വട്ടം. അപ്പോൾ മിയക്കുട്ടിയാണെങ്കിലും കരച്ചിലും പിഴിച്ചിലും ബഹളമാണ്. കാണുമ്പോൾ സങ്കടം വരും കേട്ടോ. ഇതേപോലെ തടയി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ആശ്വാസം കിട്ടും. പെയിനിൽ നിന്ന് ആശ്വാസം കിട്ടിയില്ലെങ്കിൽ ഒരു കരുതൽ കൂടെ ഉണ്ടല്ലോ, അത് ഓർത്തിട്ടാകാം എന്താണെന്നറിയത്തില്ല. അപ്പോൾ അവളാണെങ്കിൽ പറയുന്നത് അടുത്തിരുന്ന് തടയി കൊടുക്കാനാണ് പറയണത്. അവളുടെ അടുത്തുനിന്ന് എങ്ങോട്ടേക്ക് ഞാൻ പോകാൻ പാടില്ല. അപ്പോൾ ആശാത്തിയാണെങ്കിൽ അവിടെ ഇരുന്നിട്ടാണെങ്കിലും പെയിൻ എടുത്തിട്ടാണെങ്കിൽ ഓരോരോ സംഭവങ്ങളൊക്കെ കാട്ടിക്കൂട്ടേണ്ട. ഇത് കാണുമ്പോൾ എനിക്ക് സങ്കടം വരും കേട്ടോ. ബ്രീഡൊന്നും ചെയ്യിക്കണ്ട എന്ന് തോന്നിപ്പോകും. പിന്നെ ഈ ഒരു സമയത്ത് ഒരു പെയിൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് ശേഷം ഇവരുടെ എന്താ പറയുക, കുഞ്ഞുങ്ങളായിട്ട് സന്തോഷമായിട്ടിരിക്കണം കാണുമ്പോൾ തന്നെ നമുക്കും ഒരു സന്തോഷം വരും കേട്ടോ. അപ്പോൾ മിയക്കുട്ടിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്കാണെങ്കിൽ ഉണ്ടക്കണ്ണ് മീച്ച് നോക്കുന്നുണ്ട്. നമ്മുടെ അകത്ത് പപ്പോസ് ഉണ്ടായിരുന്നു കേട്ടോ. ആരെങ്കിലും ഇങ്ങോട്ട് വരൂ എന്നോർത്ത് പേടിച്ചിട്ടാണോ എന്നറിയത്തില്ല. കിടപ്പോയ്ക്ക് ഇടയ്ക്കാണ് ഞാനാണെങ്കിൽ കുഞ്ഞിൻ്റെ അനക്കവും നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ കുഞ്ഞ് അനങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് പേടിയായിരുന്നു. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവൾക്കാണെങ്കിൽ നമ്മുടെ സ്പോട്ടോൺ 2 ദിവസം മുന്നേ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണെങ്കിൽ അവളാണെങ്കിൽ കുറേയൊക്കെ നക്കി പെറുക്കി തിന്നുകയും ചെയ്തു. ഞാൻ ഇട്ട് കൊടുത്തത് കുഞ്ചിക്കഴുത്തിൽ ഇട്ട് കൊടുത്തെങ്കിലും ഒലിച്ച് സൈഡിലേക്ക് വന്നിട്ടുണ്ട്. അവൾ അതാണ് നക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡോസ് കുറഞ്ഞതായിരുന്നു യൂസ് ചെയ്തത്. അങ്ങനെ രാത്രി 12 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കിടപ്പൊക്കെ മിയക്കുട്ടിയുടെ പെട്ടിയുടെ അരിയത്താക്കിയിട്ട് എന്നെ ബെഡ്റൂമിലേക്ക് പോകാൻ സമ്മതിക്കുന്നില്ല. ആ സമയത്താണ് മിയക്കുട്ടിയുടെ പെട്ടിയുടെ ഫ്രണ്ടിൽ സിയക്കുട്ടിയാണെങ്കിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മിയക്കുട്ടിയുടെയും ബേബിയുടെയും ഹോമാന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തോ ഡിസൈനൊക്കെ ചെയ്തേ പെട്ടി മൊത്തം കരിവാരി തേച്ച് വെച്ചിട്ടുണ്ടായിട്ടും. ഇതെന്തിനാണ് ഇവൾ ഈ കരിവാരി തേച്ചതെന്ന് എനിക്കറിയില്ല. കരിയല്ല കേട്ടോ, വാട്ടർ കളറാണ്. അതൊക്കെ തേച്ച് എന്താ പറയണത് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് പെട്ടിയും. മേകൂട്ടിയാണ് ഈ പെട്ടിക്കകത്ത് ഇരുന്നിട്ട് നോക്കിയുണ്ട്, എവിടെയും പോവല്ലേ ഏട്ടാന്നും പറഞ്ഞിട്ട്. ഇവിടെ ഞാൻ പായയും തലങ്ങണയൊക്കെ ആയിട്ട് വന്ന് കിടപ്പായും. കാര്യം പറ്റുമൊന്നുമല്ല, ഇവളെന്നെ വിടത്തില്ല. ഞാൻ പോയി കഴിഞ്ഞാൽ ഇവൾക്ക് സങ്കടമാവുമല്ലോ. അപ്പോൾ എൻ്റെ ഉറക്കം പോയി, അതെന്തായാലും ഉറപ്പായിട്ടുണ്ട്. 2 തവണയും പപ്പൂസിൻ്റെ ഡെലിവറി സമയത്ത് പപ്പൂസ് എന്നെ പിടിച്ചരിയത്തി എത്തിയതാണ്. ഇവളുടെ മട്ടുപാവൊക്കെ കണ്ടിട്ട് അത് തന്നെയാണ് ആ ഒരു വിഷമത്തിൽ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അവളാണെങ്കിൽ എന്താ പറയണത് കുറേ തവണ ഇതേപോലെ ഉണ്ടല്ലോ പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു വയറും. കുഞ്ഞാണെങ്കിൽ പുറത്തേക്ക് വരണുണ്ടായിരുന്നില്ല. 10:30 കഴിഞ്ഞപ്പോൾ ആൾക്കാണെങ്കിൽ ചെറിയൊരു അസ്വസ്ഥത തുടങ്ങിയതാണ്. ഒരു 11 മണി കഴിഞ്ഞ പിന്നെയാണ് എൻ്റെ പുറകെ കൂടിയതും. അപ്പോഴായിരിക്കാം നല്ല വേദന വന്നേക്കുന്നത്. അതുമുതൽ എനിക്ക് തോന്നുന്നത് 1:56 തോന്നുന്നു കേട്ടോ. ആ ഒരു സമയം വരെ ഇവളിങ്ങനെ ഇരുന്നിട്ട് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ വയറൊക്കെ തടയി കൊടുക്കും. എന്താ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യും കേട്ടോ.
10-12 കഴിഞ്ഞു. ബാത്റൂമിലൊന്ന് പോവാലോ എന്നും കരുതി ഞാൻ അങ്ങോട്ടേക്ക് മാറിയില്ല. മിയക്കുട്ടിയാണ് എൻ്റെ പുറകെ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നേക്കേണ്ട. എവിടെ പോണത്, എൻ്റെ ഈ പരിപാടി കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നുള്ളൊരു മട്ടിൽ എന്നെ വിളിച്ചുകൊണ്ട് വന്നേക്കാണ് കേട്ടോ. ഏകദേശം അറ്റപ്പറ്റ ആയിട്ടുണ്ട്. അതിൻ്റേതായിരുന്നു തോന്നുന്നു. എന്നെ ആണെങ്കിൽ ഒരെട്ടവും വല്ലതും തിരിയിക്കുന്നുണ്ടായിരുന്നില്ല. ഉറങ്ങിക്കഴിഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ ഉണ്ടല്ലോ ഇടയ്ക്ക് കരച്ചിലേക്കുമ്പോൾ ഞാൻ എണീച്ച് വരും. അപ്പം ഞാൻ മാക്സിമം ഉറങ്ങാതെ കൂടെ നിന്ന് ഇങ്ങനെ തടയി കൊടുക്കായിരുന്നു കേട്ടോ. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട വേദനകൾക്ക് ശേഷം മേക്കുട്ടിയുടെ ആദ്യത്തെ കൺമണി പുറത്തേക്ക് വന്നേക്കാണ് കേട്ടോ. അവസാന നിമിഷം ഉണ്ടല്ലോ, ആ കുഞ്ഞ് പുറത്തേക്ക് വരുന്ന നിമിഷം അവൾ കിടന്ന് അനുഭവിച്ച പെയിനയ്യോ എനിക്കിപ്പോഴും ഓർക്കാൻ വയ്യ കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ആ ഫസ്റ്റ് കുഞ്ഞ് പുറത്തേക്ക് വരാനായിട്ടും. അവൾ അത്രയും കഷ്ടപ്പെട്ടു പോയി. അത് കണ്ടപ്പോൾ എനിക്കും ഭയങ്കര സങ്കടമായിപ്പോയി. ഇനിയുള്ള ബ്രീഡ് ചെയ്യിപ്പിക്കണ്ട എന്ന് വരെ തോന്നിപ്പോട്ടോ. പക്ഷേ ആ ഒരു ടൈമിലുണ്ടാവുന്ന പെയിൻ അത് കഴിഞ്ഞ ശേഷം കുഞ്ഞുങ്ങളായിട്ട് ഓടിക്കളിച്ച് നടക്കണേ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവുന്നേ. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു ബുദ്ധിമുട്ട് കാണുമ്പോഴത്തേക്കും ഭയങ്കര സങ്കടം വരും. അമ്മ എന്ന് പറയുമ്പോൾ വലിയൊരു പോരാളിയാന്ന് ഇങ്ങനെയുള്ള ഓരോ സന്ദർഭങ്ങളിലാണ് നമുക്ക് വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നോക്കുന്നതിൽ ഏറെ എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു സമയത്ത് അനുഭവിക്കുന്ന ആ പെയിന് പറഞ്ഞറിയിക്കാൻ പറ്റില്ലല്ലേ. മിണ്ടാപ്രാണി ആയത് കാരണം തന്നെ അതൊന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ല. മനുഷ്യന്മാരാണ് ഈ 10 മാസം എന്താ പറയുക വയറ്റിൽ കൊണ്ടു നടന്ന കഥയും അതേപോലെ തന്നെ നൊന്ത് പ്രസവിച്ച കഥ അതൊക്കെ മക്കളുടെ അടുത്ത് പറയും. ഇതുങ്ങൾക്കാണെങ്കിൽ അതൊന്നും പറയാനറിയാൻ വയ്യാത്ത കാരണം ഇതൊന്നും ആരും പറയാനൊന്നുമില്ല. അങ്ങനെ കുഞ്ഞാവ് പുറത്തേക്ക് വന്നു. കുഞ്ഞാവ് ആദ്യം എന്നെ ഒന്ന് പേടിപ്പിച്ച് കളഞ്ഞു. എന്താ സംഭവം എന്ന് വെച്ചാൽ കുഞ്ഞാവക്കാണെങ്കിൽ കുറച്ച് നേരം അനക്കം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പ്ലാസൻ്റെയുടെ ആ ഒരു കാര്യങ്ങളൊക്കെ അവനെ കവർ ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനോർത്തു അതുകൊണ്ടായിരിക്കും. മിയക്കുട്ടിയാണെങ്കിൽ ക്ലീനൊക്കെ ചെയ്ത് കൊടുത്തു. കുറേ നേരമായിട്ട് അനക്കം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആകെ സങ്കടപ്പെട്ടു. നമ്മുടെ സ്കൂബിക്കുട്ടിയുടെ കുഞ്ഞ് പോയ പോലെ തന്നെ ഈ കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമോ എന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ആ മരമാക്രി എണീച്ച് പാൽ കുടിക്കാൻ നോക്കേണ്ടത്. അപ്പം തന്നെ സമാധാനമായി. അങ്ങനെ 1:56 ഞാൻ നോക്കിയത് കേട്ടോ. ഫോൺ എടുത്ത് നോക്കിയത് മിക്കവാറും 1:54-55 ആ ഒരു സമയത്തായിരിക്കും ഫസ്റ്റ് ഡെലിവറി ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഒരു 2:30 കഴിഞ്ഞ ശേഷം രണ്ടാമത്തെ കുഞ്ഞാവ് പുറത്ത് വന്നു കേട്ടോ. രണ്ടും കരിമാക്കന്മാരാണ്. ആദ്യം വന്നത് ആൺകുട്ടിയാണ് കേട്ടോ. ഇപ്പം എന്താ പറയുക, എനിക്കങ്ങനെ കൺഫേം ആയിട്ടില്ല. പക്ഷേ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ആൺകുട്ടിയാണ്. രണ്ടാമത് വന്നത് പെൺകുട്ടിയാണ് കേട്ടോ. അതാണെങ്കിൽ ഫുൾ ബ്ലാക്ക് കേട്ടോ. എന്നാലും നമ്മുടെ ബബുലൂട്ടൻ്റെ കാര്യം സമ്മതിക്കണം കേട്ടോ. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഇതുവരെയായിട്ടും ബബുലൂട്ടന് പപ്പൂസിൽ 10 പിള്ളേരുണ്ടായിട്ടുണ്ട്. ഇതേ ഇവളുടെ അടുത്ത് 3 പിള്ളേരുണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരെണ്ണം പോലും നമ്മുടെ ബബുലൂട്ടനെ പോലെ വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാൻ അവസാനത്തെങ്കിലും ബബുലൂട്ടനെ പോലെ ഒന്നും പറഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ഇതേ മിയോക്കുട്ടീനെ പോലെ ഉള്ള ഒരെണ്ണം കൂടി വന്നേക്കട്ടോ. അപ്പോൾ നമ്മുടെ ബബുലൂട്ടനെ പോലെ ആരുമില്ല. ഇനി കുഞ്ഞാവ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ച് ഞാൻ ഇരുന്നെങ്കിൽ കുഞ്ഞാവ് ഉണ്ടായില്ല. 3 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതിൽ മിയോക്കുട്ടിയുടെ പോലെ ഇരിക്കുന്നത് സത്യം പറഞ്ഞ് നമ്മുടെ മിക്കുക്കുട്ടനെ എനിക്ക് ഓർമ്മപ്പെടുത്തിയിട്ടോ. അവനുണ്ടായിരുന്നപ്പം നല്ല രസമായിരുന്നു. മിയോക്കുട്ടിയും ഭയങ്കര ഹാപ്പിയായിരുന്നു. അവൻ്റെ കളിയും ചിരിയും ബഹളമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ ഇവനെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് നമ്മുടെ മിക്കുക്കുട്ടനെയാണ് ഓർമ്മ വന്നത്. ഫീമെയിലാണ്, 2 ഫീമെയിൽ 1 മെയിൽ എന്നാണ് എൻ്റെ ഒരു നിഗമനം. എനിക്കറിയില്ല, കൺഫേം ഒന്നും അല്ല, കുഞ്ഞു പാവകളാണല്ലോ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അതേ നമ്മുടെ ബണ്ണിക്കൂട്ടം വന്നേക്കാണ്. എന്താണ് ഇവിടെ ഒരു ഒച്ചപ്പാടും ബഹളമൊന്നും പറഞ്ഞ് വന്നേക്കണം. കുറച്ച് നേരമല്ലാട്ടോ വെളുപ്പായിട്ടുണ്ടായി. കാരണം 3ാമത്തെ കുഞ്ഞ് വന്നതോ എനിക്ക് തോന്നുന്നത് 3 മണി കഴിഞ്ഞ ശേഷമാണ്. കാരണം ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ 5 മണിയായപ്പോഴാണ് എണീച്ചത്. അപ്പോൾ ബണ്ണിക്കൂട്ടനാണെങ്കിൽ വന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. ഏതാണ് ഈ കുഞ്ഞുങ്ങളെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണോ അതോ ബണ്ണിക്കുട്ടനെ തേച്ചിട്ട് ബബുലൂട്ടൻ്റെ കൂടെ പോയതിൻ്റെ അമർഷം കൊണ്ടിട്ടാണോ എന്നറിയില്ല. കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ പൊക്കിൾക്കിടി വിട്ടിട്ടുണ്ടായിരുന്നില്ല. എനിക്കാണെങ്കിൽ കട്ട് ചെയ്ത് മാറ്റണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇക്കാക്ക് പറഞ്ഞു കട്ടൊന്നും ചെയ്യണ്ട, അമ്മക്ക് അറിയാം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, നമ്മളൊന്നും ചെയ്യാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പേടിയായി. കാരണം പൊക്കിൾക്കൂടിയാണല്ലോ മെയിനായിട്ടുള്ള ഇത്. വല്ല ഇൻഫെക്ഷൻ കാര്യങ്ങൾ വന്നാലോ എന്ന് ഓർത്തിട്ടും ഞാനൊന്നും ചെയ്തില്ല കേട്ടോ. ഇളയ കുഞ്ഞിൻ്റെ ദേഹത്ത് ആ ഒരു പൊക്കിൾക്കൂടി വിട്ടു പോകുന്നുണ്ടായിരുന്ന മേക്കുട്ടി ആണെങ്കിൽ അത് ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എന്തൊക്കെ തന്നെയായാലും ആൾ സേഫാണ്, അതുകൊണ്ട് ഞാനൊന്നും ചെയ്തില്ല. ഇതാണ് ആദ്യത്തെ കൺമണി. കയ്യിൽ ഇച്ചിരി കളർ വ്യത്യാസം കണ്ടാം. രണ്ടാമത്തെ ഫുൾ ബ്ലാക്കാണ് കേട്ടോ. എൻ്റെ പൊന്നി അതെന്ന് പറയുമ്പോൾ നല്ല ബ്ലാക്ക്. നമ്മുടെ മൗഗ്ലിയിലൊരു ബഗീരെ ഒരു സാധനം ഉണ്ടല്ലോ, ബ്ലാക്ക് പാന്തറും, അതേക്കെ പോലെ ഇരിക്കണ്ട. നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര ഇഷ്ടമായി.
ഇനി നമ്മുടെ മിയക്കുട്ടിയുടെ മമ്മയാണെങ്കിൽ മിയക്കുട്ടിയുടെ 2 കുഞ്ഞുങ്ങളെ ചോദിച്ചു വെച്ചേക്കേണ്ട. ഓൾറെഡി 2 കുഞ്ഞുങ്ങൾ ബുക്കഡ് ആയിരിക്കണം. പിന്നെ ഇത്തവണ ഞാൻ വിദ്യ ചേച്ചിയടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു കുഞ്ഞിനെ കുറച്ച് നാളെങ്കിലും മിയക്കുട്ടിയുടെ ഒപ്പം നിർത്തണം. കഴിഞ്ഞ തവണ മിക്കുകൂട്ടൻ പോയപ്പോൾ ഇവൾക്ക് ഭയങ്കര സങ്കടമായി പോയിട്ടുണ്ടായി. മിക്കുകൂട്ടനെ അന്വേഷിച്ച് ഈ വീട് മൊത്തം അന്വേഷിച്ച് അടക്കിയിരുന്നു. അത് കാരണം ഇത്തവണ ഒരാളെ ഒരു 3-4 മാസം വരെയെങ്കിലും അവളുടെ കൂടെ നിർത്താം എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമ്മളിവിടെ നിർത്തത്തില്ല, കാരണം നമുക്ക് പറ്റുന്നില്ല, നോക്കാനും പറ്റുന്നില്ല. പിന്നെ എക്സ്പെൻസാണ് മെയിനായിട്ടും. കാരണം ഒരു പരിധി കൂടുതലാകുമ്പോഴത്തേക്കും നമുക്ക് എക്സ്പെൻസ് താങ്ങാൻ പറ്റുന്നില്ല. ഇപ്പം എല്ലാവരെയൊക്കെ കൊടുത്ത് അത്യാവശ്യം ഒന്ന് മാനേജ് ചെയ്ത് വരണുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്തായാലും ഇവിടെ സ്ഥിരം നിർത്തത്തില്ല. ഇവിടെ സ്ഥിരം നിർത്താൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പപ്പൂസിനെയും ബബുലൂട്ടനെയും ബണ്ണിക്കുട്ടനെയും മിയോക്കുട്ടീനെയാണ്. പിന്നെ സ്കൂബിയും റൂബിയുണ്ടും. അപ്പോൾ അവരുടെ സ്കിന്നിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ക്ലിയർ ചെയ്തിട്ട് ചിലപ്പോൾ കൊടുക്കും, ചിലപ്പോൾ കൊടുക്കില്ല, അറിയില്ല. എന്തായാലും ഇപ്പം ഇത്രയും പേര് ഇവിടെ നമ്മൾ എന്തായാലും നിർത്തുള്ളൂ. ബാക്കി ആരെയും അങ്ങനെ ഉറപ്പൊന്നുമില്ല. അപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ കൊടുക്കും. എന്തായാലും 2 കുഞ്ഞിനെ വിദ്യച്ചേച്ചി കൊണ്ടുപോകും. പിന്നെ ഒരു കുഞ്ഞ് 3-4 മാസമെങ്കിലും മിയക്കുട്ടിയുടെ ഒപ്പം നിൽക്കട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇനി എന്തായാലും മിയക്കുട്ടീനെ ബ്രീഡ് ചെയ്യിക്കുന്നതൊക്കെ കുറേ നാൾ കഴിഞ്ഞിട്ടായിരിക്കുള്ളൂ. വർഷത്തിൽ 1-2 പ്രസവിച്ചാൽ മതി. അധികം ഇങ്ങനെ പ്രസവിക്കാം. നമുക്കിങ്ങനെ ബ്രീഡ് ചെയ്യിപ്പിച്ച് വിൽക്കാനൊന്നുമല്ല. ഇടയ്ക്ക് അവരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വേണ്ടേ, ആ ഒരു ചേഞ്ചിന് വേണ്ടി മാത്രമാണ്. നമ്മളെപ്പോലെ എക്സ്പ്ലോർ ചെയ്യാൻ വേറെ ഒന്നുമില്ലല്ലോ. അവരുടെ ലൈഫിൽ ഇതാണല്ലോ, കുഞ്ഞുങ്ങളെ വളർത്തുക, അവരോടൊപ്പമുള്ള സമയം ചിലവഴിക്കുക, അതൊക്കെയാണ് അവരുടെ ലൈഫിൽ വെറൈറ്റി ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ. അപ്പം അതുകൊണ്ട് നമ്മൾ മിയക്കുട്ടീനെ തന്നെയല്ല കേട്ടോ, പപ്പൂസിനും അതേ ഇടയ്ക്ക് വല്ലപ്പോഴും ഒന്നും ബ്രീഡ് ചെയ്യിപ്പിക്കും. അവർക്ക് കുഞ്ഞുങ്ങളായിട്ട് കുറച്ച് നാളൊക്കെ ഒന്ന് ചില്ല് ചെയ്ത് നടക്കട്ടെ. ആ ഒരു കുഞ്ഞുണ്ടാവുന്ന സമയത്ത് ഒരു വിഷമം മാത്രമേ ഉള്ളൂ. അല്ലാത്ത സമയത്തെന്ന് പറയുമ്പോഴത്തേക്ക് അവർ മാക്സിമം എൻജോയ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. എനിക്കറിയില്ല, 2 പേരും നല്ല അമ്മയായതുകൊണ്ടാണെന്ന് അറിയില്ല. മിയക്കുട്ടി ആദ്യം കുഞ്ഞിനെ വലിയ നോട്ടമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും പക്ഷേ അവസാനമായപ്പോൾ മിയക്കുട്ടിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അവനെ പിരിയാൻ പറ്റാത്ത രീതിയിലായി പോയായിരുന്നു. അപ്പോൾ മിയക്കുട്ടിക്കും ഇഷ്ടമാണ് കുഞ്ഞുങ്ങളായിരിക്കുന്നത്, പപ്പൂസിനും ഇഷ്ടമാണ്. പപ്പൂസിൻ്റെ എന്തായാലും ബർത്ത്ഡേ ഒക്കെ കഴിയട്ടെ എന്ന് ഓർത്തേക്ക് 4 വയസ്സ് തികയോട്ടെ ഡിസംബർ വരുമ്പോഴത്തേക്കും. അപ്പോൾ അതൊക്കെ കഴിയട്ടെ എന്ന് ഓർത്തിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയണത്, ഇനി കൂടുതൽ വീഡിയോ ആയിട്ട് പിന്നെ വരാം കേട്ടോ. അപ്പോൾ ഈ ഒരു വിശേഷങ്ങൾ പങ്കുവെക്കണമെന്ന് കരുതി അന്നേ എടുത്തു വെച്ച വീഡിയോ ആണ്. പക്ഷേ അന്ന് എനിക്ക് ഭയങ്കര തിരക്കാൻ, ഞാൻ പറഞ്ഞല്ലോ എക്സിബിഷന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കണമെന്ന്. ഇപ്പോൾ എക്സിബിഷൻ 10-ാം തീയതി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഫ്രീ ആയി, അങ്ങനെയാണ് ഈ സംഭവങ്ങളൊക്കെ തട്ടിക്കൂട്ടി റെഡിയാക്കി എടുത്തത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മിയക്കുട്ടിയുടെ പിള്ളേർ. ഇഷ്ടമായെങ്കിൽ ആരും ഇഷ്ടമായെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. ഇക്കാക്കാക്ക് ഇഷ്ടപ്പെട്ടത് ആ കരിമാക്കാനെയാണ് കേട്ടോ. ബ്ലാക്ക് എന്ന പേര് വെറുതെ വിളിക്കുന്ന കേട്ടോ, അവനെയാണ് ഇഷ്ടമായത്. ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ളതിൽ എനിക്കാണെങ്കിൽ മിയക്കുട്ടീനെ പോലെ ഇരിക്കണ ഇഷ്ടം. എല്ലാവരും ഇഷ്ടമാണ്, എന്നാൽ കൂടുതൽ ഇഷ്ടം മിയക്കുട്ടീനെ പോലെ ഇരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടമായെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് മറക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോ ഇട്ട് പിന്നെ കാണാം.